എല്ലാവർക്കും നമസ്കാരം. അഗ്രി ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ, കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൃഷി പരിചയപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് തീർച്ചയായിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ട് ഏലത്തിനെ കുറിച്ചാണ്. ഏലകൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഈ ഒരു കൃഷി ഇല്ല എങ്കിൽ പോലും പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തന്നെ ഏലകൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ഏലകൃഷിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തു തരുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഏലം. എലേറ്റോറിയ കാർഡമോമം മാറ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ നിത്യഹരിത വനങ്ങളിൽ ഏലത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായും സ്വാഭാവിക ആവാസ കേന്ദ്രമായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏലം വാണിജ്യപരമായി കൃഷി ചെയ്യുന്നത് ഉണക്കിയ പഴങ്ങൾ ഉണ്ടാക്കുന്നതിനാലാണ്. ഇതിന് വാണിജ്യ ഏലം എന്നും വിളിക്കാറുണ്ട്. പാനിക്കിഴങ്ങുകളുടെ സ്വഭാവം, പൊരുത്തപ്പെടൽ, ആകൃതി, വലിപ്പം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഏലങ്ങളെ പ്രധാനമായിട്ടും മലബാർ, മൈസൂർ, വഴുക്ക എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. നിലത്തു പടരുന്ന പാനിക്കിള്ളുള്ള മലബാർ, അതായത് മണ്ണിൽ പടരുന്ന പാനിക്കിളുകൾ കർണാടകയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതേസമയം നിവർന്നു നിൽക്കുന്ന പാനിക്കുകളുള്ള മൈസൂർ ഇനത്തെ കേരളത്തിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും വ്യാപകമായി കൃഷി ചെയ്യുന്നു. അതേസമയം മലബാർ, മൈസൂർ ഇനങ്ങൾ തമ്മിലുള്ള സ്വാഭാവിക സങ്കര ഇനമായ വഴുക്ക എന്ന ഇനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ പല മേഖലകളിലും ഇന്ന് വാഴുക്ക എന്ന് പറയുന്ന ഇനമാണ് പ്രധാനമായിട്ടും പ്രചാരത്തിലുള്ളത്. അർദ്ധ നിവർന്നു നിൽക്കുന്ന പാനിക്കുകളാണ് ഈ ഒരു ഇനത്തിൻ്റെ പ്രത്യേകത. കാലാവസ്ഥയും മണ്ണുമെന്ന് പറയുന്നത് 1500 മുതൽ 2500 മില്ലിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന 15 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും വരെ ശരാശരി താപനിലയും MSLന് മുകളിൽ 600 മുതൽ 1200 മീറ്റർ വരെ ഉയരവുമുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു ഏലം നന്നായി വളരുന്നുണ്ട്. സാധാരണയായി അമ്ല സ്വഭാവമുള്ള വനങ്ങളിലെ പശ്ചിമരാശി മണ്ണിലാണ് ഏലം സമൃദ്ധമായി വളരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏലവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതുകൂടാതെ ഇടുക്കി, വയനാട് ജില്ലകളിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഒന്നാണ് ഏലം. വർഷകാലം കനക്കുന്നതിന് മുമ്പ് ഏലത്തട്ട തൈകൾ നടുന്നതാണ് നല്ലത്. അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പാകെ തന്നെ ഈ ഒരു ഏലത്തട്ട തൈകളൊക്കെ നടുന്നതാണ് ഈ ഒരു കൃഷിക്ക് ഏറ്റവും നല്ലത്. പ്രധാനമായിട്ടും ഈ ഒരു കൃഷി നമ്മൾ ചെയ്യുമ്പോൾ 1 ഏക്കറിൽ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരമാവധി ഏലത്തട്ടയുടെ എണ്ണം അല്ലെങ്കിൽ ഏലത്തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് 450 എണ്ണം മുതൽ 650 എണ്ണം വരെയാണ്. നമ്മളീ പറയുന്നത് 1 ഏക്കറിലെ കണക്കാണ്. 1 ഏക്കർ സ്ഥലത്ത് ഏലകൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ എത്ര ഏലത്തട്ടകൾ നടണം, ഈ ഏലത്തൈക്ക് പറയുന്നത് ഏലത്തട്ടകൾ എന്നാണ്. ഈ ഏലത്തട്ടകൾ നടണം എന്നുള്ളതാണ്. 450 മുതൽ 650 തട്ടകൾ വരെയാണ് നടുന്നത്. നമ്മൾ ഈ 2 തൈകൾ നടുന്ന സമയത്ത്, അതായത് ഒരു തൈ കഴിഞ്ഞിട്ട് അടുത്ത തൈ നടുമ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ഒരു അകലം നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. അത് മുന്നിലും പിന്നിലും സൈഡുകളിലും എല്ലാം തന്നെ പാലിക്കണം. അത് 2 മീറ്റർ മൈനസ് 3 മീറ്റർ ഇൻറ്റു 2 മീറ്റർ മൈനസ് 3 മീറ്റർ എന്ന സ്ക്വയറിലായിരിക്കും, എന്ന ഒരു വലിപ്പത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു ഏലത്തട്ടകൾ നടുന്നത്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. 2 മീറ്റർ നീളം, 2 മീറ്റർ വീതി, അതേപടി തന്നെ നമ്മൾ സ്ക്വയറായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ഇത് കൂടാതെ തന്നെ നമുക്ക് ഏലം കൃഷിക്ക് ആവശ്യമായി സാധാരണ രീതിയിൽ ജൈവവളം ഉപയോഗിക്കുമ്പോൾ എന്ത് ജൈവവളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് ചാണകവളം, കൂട്ടുവളമൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് 8 കിലോയാണ് ഈ ഒരു ജൈവവളം നമ്മൾ കൊടുക്കേണ്ടത്. 8 കിലോ പ്ലാന്റിന്, ഓരോ ചെടിക്കും 8 കിലോ വെച്ച് കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്കാണെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് 2 കിലോ പെർ പ്ലാന്റ്, കൂട്ടുവളം 5 കിലോ പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ഈ ജൈവവളം നമ്മൾ എങ്ങനെയാണ് ഇതിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി തീർച്ചയായും ശ്രദ്ധിക്കണം. 1-ാം വർഷ ചെടിയിൽ 1/2 കിലോ ഉണക്കിയ ചാണകവും 1/4 കിലോ വേപ്പിൻ പിണ്ണാക്കും
നടുന്ന സമയം കുഴിയിൽ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ തട്ട നടുന്ന സമയത്ത് ഈ 1-ാം വർഷ ചെടിക്ക് 1/2 കിലോ ഉണക്കിയ ചാണകവും 1/4 കിലോ വേപ്പിൻ പിണ്ണാക്കും നടുന്ന സമയം കുഴിയിൽ ചേർക്കുക. പിന്നീട് 2 മാസം ഇടവിട്ട് 1/2 കിലോ ചാണകവും വേപ്പിൻ പിണ്ണാക്കും ചേർക്കണം. 2-ാം വർഷം മുതൽ ഒരു ചെടിക്ക് 5 കിലോ കാലിവളവും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും വേനൽ മഴയ്ക്ക് ശേഷവും തുലാമഴയ്ക്ക് ശേഷവും തുല്യ അളവിൽ വീതിച്ച് നൽകുകയും വേണം. ഇതാണ് നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം. നമുക്കിത് കൂടാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഒരു ഏലം വളരെ പെട്ടെന്ന് തഴച്ചു വളരുവാനും നല്ല ഫലം കിട്ടുവാനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല പ്രോഡക്റ്റുകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ച് നോക്കുവാൻ സാധിക്കും. കാരണം വലിയ രീതിയിലുള്ള റിസൾട്ടുകൾ ഈ ഒരു ജൈവ കൃഷിക്ക്, അതായത് ഓർഗാനിക് കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിസുധ എന്ന് പറയുന്ന ഒരു വളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഏലക്കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏലക്കൃഷിക്ക് മാത്രമല്ല എന്ത് തരത്തിലുള്ള കൃഷിക്കും ഈ ഭൂമിസുധ പോലെയുള്ള അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുകൂടിയുണ്ട്. പ്രത്യേകിച്ച് ഏലക്കൃഷിയോ കുരുമുളക് കൃഷിയോ എന്ത് തന്നെ ആയാലും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏലക്കൃഷിയുടെയാണ്. അപ്പോൾ ഏലക്കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു വളം, അത് ഭൂമിസുധ എന്ന് പറയുന്ന വളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ റിസൾട്ടോടെ നാൾ ചിമ്പ് നന്നായിട്ട് വളരുകയും കൂടുതലായിട്ട് വലിപ്പം വെക്കുകയും നല്ല മുഴുത്ത കാ കിട്ടുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു വളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കൂടാതെ തന്നെ നല്ല വളർച്ച, ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഏലം കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കത് ചെയ്യേണ്ട രീതികൾ വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വളം വേണ്ട ആളുകൾ തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എത്തിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഏലകൃഷിയുമായി പറഞ്ഞു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പരമാവധി ഈ ഒരു കാര്യങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി